അങ്ങനെ ജിൻഡോ ജാസ്മിൻ പ്രശ്നം അവിടെ പരിഹരിച്ചിരിക്കുകയാണ്. പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് വ്യക്തമായിട്ട് ഒരു ന്യായമായിട്ടുള്ള ഒരു പരിഹാരമാണെന്നിട്ട് തോന്നിയില്ല. കാര്യം അവിടെ പൂർണ്ണമായിട്ട് തെറ്റ് ജിൻഡോയുടെ ഭാഗത്ത് തന്നെയാണ്. ഇവിടെ ചുരുക്കം പറഞ്ഞാൽ പവർ ടീമുകാർ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഒരാളെ അടിച്ചേനെന്ന് പറയുമ്പോൾ ഇന്നത് കാരണം കൊണ്ട് അടിച്ചേനെന്നാണ്, അല്ലാതെ അടിക്കുമെന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് ഇതൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നൊരു വേർഡാണ്. ഇത് വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ജിൻഡോയെ ആ ഒരു തെറ്റിൽ നിന്ന് മാറ്റിയത്. അതായത് ഇപ്പോൾ അങ്ങൊരു കാര്യം യൂഷ്വലി എല്ലാവരും പറഞ്ഞ കാര്യമാണ്, അത് സ്വാഭാവികമായിട്ട് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അതൊരു ശിക്ഷയ്ക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമല്ല എന്നാണ് നമ്മുടെ പവർ ടീമുകാർ, ഭയങ്കര എല്ലാവർക്കും നീതി കൊടുക്കുന്ന മാനുഷിക പരിഗണനയുള്ള പവർ ടീമുകാർ പറയുന്നത് കേട്ടോ. എന്തായാലും ആ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു പൂജ മാത്രം പറഞ്ഞു, അത് പൂജയുടെ ഗെയിം തന്നെയാണ് കേട്ടോ. കാര്യം എല്ലാവരും ഇങ്ങനെ പറയുന്നു, പുറത്ത് ഇങ്ങനെ ഇയാൾ തെറ്റ് ചെയ്തിട്ടും നമ്മൾ ന്യായീകരിക്കുകയാണെങ്കിൽ പുറത്ത് നെഗറ്റീവ് വരുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പൂജ മാറ്റി പറഞ്ഞത്. അപ്പോൾ പൂജ പറയുന്നത് അതൊരു തെറ്റായ കാര്യമാണ്, അതുകൊണ്ട് ഞാൻ ജാസ്മിൻ്റെ ടീമിൽ നിൽക്കുക, ജാസ്മിൻ അനുകൂലമായിട്ട് പറയുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പം വോട്ട് ചെയ്യുന്നു ലാസ്റ്റ് ആരൊക്കെ ജാസ്മിനെ അനുകൂലിക്കുന്നു, ആരൊക്കെ ജിൻഡോ അനുകൂലിക്കുന്നു. 9 പേര് ജിൻഡോയെയും അതുപോലെ 8 പേര് ജാസ്മിനെയും, പൂജയോട് ചേർത്ത് 8 പേരുണ്ടായിരുന്നു. അപ്പം ഈ 8 പേരിൽ ഒരാളുടെ ഭൂരിപക്ഷത്തോടെ കൂടി തന്നെ ജിൻഡോ കുറ്റം ഒന്നും ചെയ്തിട്ടില്ലെന്നുള്ളതായി. സത്യത്തിൽ ഇവിടെ എല്ലാവർക്കും അവിടെ ഉള്ളവർക്കും അറിയാം ജിൻഡോ ചെയ്തത് തെറ്റ് തന്നെയാണ്. അത് പവർ ടീമുകാർക്കും പൂർണ്ണമായി ബോധ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ജാസ്മിനും ഗബ്രിയും പൂർത്ത് നെഗറ്റീവായത് കൊണ്ട് തന്നെ അവരെ എന്ത് പറഞ്ഞാലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്നൊരു തോന്നലുള്ളത് കൊണ്ട് തന്നെ അവരിതെല്ലാം ന്യായീകരിച്ച് വളച്ചൊടിച്ച് അവർക്കിട്ട് പണി കൊടുക്കുന്നു അല്ലേ. അങ്ങനെ തന്നെയാണ് കാണുന്നത്. ജാസ്മിനും ഗബ്രിക്കും ഇട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ഒരു പണി ചിലപ്പോൾ കറങ്ങി തിരിഞ്ഞ് ഇവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാര്യം എനിക്ക് തോന്നുന്നു ഒരു 10 പേർക്കെങ്കിലും ഇതൊരു മനസ്സിലായി തുടങ്ങി. കാര്യം ജാസ്മിനും ഗബ്രിയും തന്നെയാണ് ഈ ഒരു ഷോ കൊണ്ടുപോകുന്നത്. അവർ നെഗറ്റീവ് ആണ്, പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം പുറത്തുനിന്ന് പോയവർ ഇവർക്കെതിരെയാണ് ഗെയിം കളിക്കുന്നത്. ഇപ്പം നമ്മൾ എടുത്ത് നോക്കുക, ഈ ഒരു ബിഗ് ബോസ് സീസൺ 6 എന്ന് പറയുമ്പോൾ ജാസ്മിനും ഗബ്രിയാണ് ഫസ്റ്റ് നിൽക്കുന്നത്. അവർ നെഗറ്റീവാണ്, പക്ഷേ അവർക്കാണ് ഫസ്റ്റ് റാങ്ക് നിൽക്കുന്ന അവരാണ്. കാര്യം അവരെയാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത്. അല്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അവർ നെഗറ്റീവായിരിക്കാം, പക്ഷേ ഈ ഒരു സീസൺ 6 ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്ന 2 പേരെന്ന് പറയുന്നത് ജാസ്മിനും ഗബ്രിയും തന്നെയാണ്. എന്തായാലും ഇത് തീർത്തും അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നി. കാര്യം പവർ ടീമുകാർ അന്തസ്സൊട്ട് ഗെയിം കളിച്ച് പവർ കാണിക്കണമായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ആ ഒരു സ്ഥാനം കൊടുക്കണമായിരുന്നു. എങ്കിൽ എനിക്ക് തോന്നുന്നു പുറത്ത് പ്രേക്ഷകർ ഇവർ സ്വീകരിച്ചേനെ. ജാസ്മിനും ഗബ്രിക്കും പണിയും കൊടുത്ത് എന്നാൽ അവർക്ക് വേണ്ടി ന്യായമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ന്യായവും കൊടുത്തുകൊണ്ട് തന്നെ പോകുമായിരുന്നെങ്കിൽ ഈ ഒരു പവർ ടീം അടിപൊളിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷേ ഇതിപ്പോൾ നടക്കുന്ന പറഞ്ഞാൽ ജാസ്മിനും ഗബ്രി മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അവരെ എന്തെല്ലാം പറയാം, എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യാം, ഈ ഒരു റിസർച്ചിങ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.